ഓണത്തെ വരവേറ്റുകൊണ്ട് ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയിൽ നടത്തുന്ന വള്ളത്തോൾ ട്രോഫി വള്ളം കളി ജലോത്സവത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 9 ടീമുകളാണ് ചരിത്രത്തിലാദ്യമായി ഭാരതപ്പുഴയിൽ നടക്കുന്ന വള്ളം കളി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. പങ്കെടുക്കുന്നത് 9 ചുരുളൻ വള്ളങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 9 ചുരുളൻ വള്ളങ്ങൾ ഈ നിളയിൽ ഇറങ്ങുന്നത് 9 പ്രായോജകരുടെ പേരിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആയി പറയാനുള്ളത്. നാട്ടുകൊമ്പൻ, വടക്കുംനാഥൻ, പറക്കും കുതിര ജൂനിയർ, മികായിൽ, പൂളിക്കക്കടവൻ, വീരപുത്രൻ, അമ്പലപ്പറമ്പൻ ജൂനിയർ, ഈഗിൾ ജെറ്റ്, സൂപ്പർ ജെറ്റ് തുടങ്ങിയ 9 വള്ളങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഇവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വള്ളംകളി ദിവസം കാലത്ത് ഇവിടെ നറുക്കെടുക്കുക, അങ്ങനെയാണ് ഓരോ ക്ലബ്ബുകളെയും ഓരോ പ്രായോജകർക്ക് കിട്ടുക. അങ്ങനെയാണ് 2 മണിക്ക് തന്നെ നമ്മുടെ ജലഘോഷയാത്ര കൃത്യമായി ആരംഭിക്കും. 9 വള്ളങ്ങളും നിരന്നു നിന്ന് വർണ്ണശബളിതമായൊരു ഘോഷയാത്രയാണ് ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ PWD കൊച്ചിൻ പാലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് റെയിൽവേ പാലത്തിന് അങ്ങോട്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത്. 3 വള്ളങ്ങളായി മത്സരിക്കണമെന്നാണ് ഇപ്പോൾ അതിൻ്റെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനൽ, ഫൈനൽ തുടങ്ങിയതും അതിനുശേഷം ലൂസേഴ്സ് ഫൈനലും നടക്കും. 1, 2, 3 സ്ഥാനക്കാർക്കും ട്രോഫിയും ക്യാഷ് പ്രൈസും ഉണ്ട്. അതുപോലെ തന്നെ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്ന അതിലെ ഫസ്റ്റും സെക്കൻഡും അതിനുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൂക്കള മത്സരം, ഓണക്കളികൾ, കൈക്കൊട്ടിക്കളി എന്നിവ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ജലഘോഷയാത്ര MLA-മാരായ UR പ്രദീപ്, P മമ്മിക്കുട്ടി എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല തുടങ്ങിയവർ പങ്കെടുക്കും. മത്സരത്തിൽ വിജയികളാകുന്നവർക്കുള്ള ക്യാഷ് പ്രൈസും മൊമന്റോയും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ MP-മാരായ K രാധാകൃഷ്ണൻ, BK ശ്രീകണ്ഠൻ എന്നിവർ ചേർന്ന് നൽകും. കേരളത്തിൽ അറിയപ്പെടുന്ന വള്ളംകളിയായി വള്ളത്തോൾ ട്രോഫി വള്ളംകളിയെ മാറ്റണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തുടങ്ങുകയാണ്. ഇതൊരു ആരംഭമായിരിക്കും. തീർച്ചയായും ഇതിപ്പോൾ തന്നെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനേക്കാൾ ഒരുപാട് വിപുലമായ പരിപാടികളോടെ നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃത്യം 2 മണിക്ക് തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഗ് ഓഫ് നടത്തുന്നത് അങ്ങനെ ഇത് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മത്സരങ്ങൾക്ക് ശേഷം ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാജീവ് പിള്ളത്ത്, M ഉണ്ണികൃഷ്ണൻ, KK ശിവശങ്കരൻ, KN ജിതേഷ് എന്നിവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.